അച്ഛനുമമ്മയുമെന്നു പറഞ്ഞാലും അക്ഷരം തെറ്റാതനുസരിച്ചും ഉള്ളിൽ വെളിച്ചം പകരും ഗുരുവിനെ ഉണ്മയിൽ സ്നേഹിച്ചും ആദരിച്ചും ഈശ്വര കൈകൂപ്പി നിൽപ്പു ഞാൻ നിൻ മുന്നിൽ ഈറനടിഞ്ഞ മിഴികളോടെ. ഒട്ടനവധി കുട്ടികൾ പഠിച്ചു പോവുകയും അതോടൊപ്പം തന്നെ ഉന്നത വിദ്യാഭ്യാസം നേടുകയും സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് എത്തുകയും ചെയ്യുന്നത് ഈ ഗ്രാമപ്രദേശത്തെ ശാസ്താന്തര സ്കൂളിൽ നിന്നാണ്. അതോടൊപ്പം തന്നെ മറ്റു സ്കൂളുകളിൽ നിന്ന് വ്യത്യസ്തമായി കുട്ടികൾക്ക് അച്ചടക്ക സ്വഭാവത്തോടു കൂടി അതോടൊപ്പം തന്നെ അവരുടെ കഴിവുകൾ തെളിയിക്കുന്ന തരത്തിലുള്ള പഠന സൗകര്യങ്ങൾ നമ്മുടെ സ്കൂളിൽ അധ്യാപകർ ഒരുക്കുന്നുണ്ട്. നമ്മളോടൊപ്പം നിന്ന് പ്രവർത്തിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട അധ്യക്ഷൻ, അതുപോലെ നഗരസഭയുടെ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ ശിവു അവർക്ക് സ്വാഗതം ആശംസിക്കുന്നു. ഗവൺമെന്റ് ശാസ്താന്തര UPS ഒട്ടനവധി പ്രവർത്തനങ്ങളിൽ, പഠന പ്രവർത്തനങ്ങളിലും മറ്റിതര പ്രവർത്തനങ്ങളിലുമൊക്കെ ഏറെ മെച്ചപ്പെട്ട നിലയിൽ മുന്നോട്ട് പോകൊണ്ടിരിക്കുന്ന ഒരു മികവിന്റെ കേന്ദ്രമായി മാറിയിട്ടുണ്ട്. ഈ സ്കൂളിന്റെ ഭൗതികമായിട്ടുള്ള സാഹചര്യങ്ങൾ വിവിധ ഘട്ടങ്ങളിൽ നഗരസഭയുടെയും അതുപോലെ തന്നെ വിദ്യാഭ്യാസ വകുപ്പിന്റെയും ഒക്കെ സഹായത്തോടു കൂടി നമുക്ക് പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. ഇവിടെ പറഞ്ഞ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു വിദ്യാലയം ഈ പ്രദേശത്തെ കുട്ടികൾക്ക് പഠിക്കുന്നതിന് വേണ്ടി സ്ഥലം സംഭാവനയായി നൽകിയ സ്ഥലത്ത് ഏതാണ്ട് 140 വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിക്കപ്പെട്ടൊരു വിദ്യാലയം. ആ വിദ്യാലയത്തിന്റെ കെട്ടിടങ്ങൾക്ക് അത്രത്തോളം പഴക്കമുണ്ട് എന്നുള്ളത്. ആ പഴക്കം ചെന്ന കെട്ടിടം മാറ്റി പുതിയ ബഹുനില കെട്ടിടം ഇവിടെ കുട്ടികൾക്ക് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരുക്കണം എന്ന അഭ്യർത്ഥന ഈ പ്രദേശവുമായി ഏറ്റവും അടുത്ത ബന്ധമുള്ള നമ്മുടെ പ്രിയപ്പെട്ട MLA അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയും അദ്ദേഹം കഴിഞ്ഞ ബഡ്ജറ്റിൽ തന്നെ സംസ്ഥാന സർക്കാരിന്റെ കഴിഞ്ഞ ബഡ്ജറ്റിനകത്ത് പ്രഖ്യാപിക്കപ്പെടുകയും ആ പ്രഖ്യാപനം വളരെ വേഗത്തിൽ അതിൻ്റെ തീരുമാനങ്ങൾ എടുക്കുകയും അതിൻ്റെ അനുമതി ഒക്കെ തന്നെ ലഭ്യമാക്കിക്കൊണ്ട് ഇന്നിപ്പോൾ അത് ടെൻഡർ ചെയ്ത് അതിൻ്റെ പണി ആരംഭിക്കാൻ വേണ്ടിയിട്ട് പോവുകയും ഇത് നമ്മുടെ ഈ പ്രദേശത്തുകാരെ സംബന്ധിച്ച് വളരെയധികം സന്തോഷവും അതുപോലെ തന്നെ ഈ വിദ്യാലയത്തോട് കൂടുതൽ അടുപ്പം എല്ലാവർക്കും ഉണ്ടാവുന്ന നിലയിലേക്ക് മാറാൻ വേണ്ടി പോകും. SSKയുടെ ഫണ്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പ്രൈമറി കുട്ടികൾക്ക് വ്യത്യസ്തമായ പഠന രീതി അവതരിപ്പിക്കുന്നതിന് വേണ്ടി പഠനക്കൂടാരം എന്ന് പറയുന്ന മനോഹരമായ പദ്ധതിയുടെ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു. അതോടൊപ്പം തന്നെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ നിയമസഭാ മണ്ഡലങ്ങളിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് ലഭിക്കുന്ന ഫണ്ടിന്റെ അടിസ്ഥാനത്തിൽ 1 കോടി രൂപ ഫണ്ട് 2024-25 ബജറ്റ് വഴി പ്രഖ്യാപിക്കുകയും അതിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള നടപടികൾ പൂർത്തീകരിച്ചുകൊണ്ട് ടെൻഡർ നടപടി പൂർത്തീകരിച്ച് ആ ബഹുനില മന്ദിരത്തിൻ്റെ 1 കോടി രൂപയുടെ കെട്ടിടത്തിൻ്റെ നിർമ്മാണ ഉദ്ഘാടനം നമ്മളിവിടെ നിർവഹിച്ചു. അങ്ങനെ നമ്മുടെ ഈ അടുത്ത വർഷം, ഈ അധ്യയന വർഷം കൂടെ വരുമ്പോൾ
സർക്കാർ തലത്തിലുള്ള എല്ലാ പ്രീ പ്രൈമറി പഠിപ്പിക്കുന്ന സ്കൂളുകളിലും നെയ്യാറ്റിൻകര ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളുകളുടെ പ്രവർത്തനം പൂർത്തീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എല്ലാ സ്കൂളിലും 10 ലക്ഷം രൂപയിൽ കുറയാത്ത രൂപത്തിലേക്കുള്ള കുട്ടികൾക്ക് പുസ്തകത്തിൽ അല്ലെങ്കിൽ അധ്യാപകരുടെ ശബ്ദത്തിൽ നിന്നും കാര്യങ്ങൾ തിരിച്ചറിയുന്നതിനപ്പുറത്തേക്ക് ഒരു കുഞ്ഞ് സ്കൂളിലേക്ക് വന്നാൽ അവിടെ സ്ഥാപിക്കപ്പെട്ടുള്ള 13 മൂലകങ്ങളിൽ കൂടി അവന് കൃത്യമായി കാര്യങ്ങൾ ഗ്രഹിച്ചെടുക്കാനും അവൻ്റെ കാഴ്ചയിൽ കൂടി ആശയവ്യക്തത ഉണ്ടാക്കിക്കൊണ്ട് വളരെ എളുപ്പത്തിൽ പഠിക്കാൻ കഴിയുന്ന സംവിധാനമാണ് ഭരണകൂടാരം യാഥാർത്ഥ്യമാകാൻ വേണ്ടി പോവുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ തലയെടുപ്പോടുകൂടി ഒരു ബഹുനില മന്ദിരം കൂടി ഈ സ്കൂളിൽ ഗവൺമെൻറ് ഭാഗത്തുകൂടി കൊടുക്കുന്നതിന് ഒട്ടും മടി ഉണ്ടായിട്ടില്ല. അതും കൂടി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകട്ടെ എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഈ വ്യത്യസ്തമായ പരിപാടികൾ ഏറെ സന്തോഷത്തോടു കൂടി അതിൻ്റെ ഉദ്ഘാടനങ്ങൾ നിർവഹിച്ചു കഴിഞ്ഞു. അതുമായി ബന്ധപ്പെട്ട തരംഗം എന്ന ഈ പൊതു സമ്മേളനം കൂടെ നിങ്ങളുടെ എല്ലാവരുടെയും സന്തോഷത്തിലും കുട്ടികളുടെ കലാപരിപാടികളടക്കം ഈ വേദിയിൽ ഒരുങ്ങാൻ വേണ്ടി പോവുകയാണ്. അതെല്ലാം ആസ്വദിക്കാൻ എത്തിച്ചേർന്ന പ്രിയപ്പെട്ട മാതാപിതാക്കളെയും ഒക്കെ തന്നെ അഭിനന്ദിച്ചുകൊണ്ട് ഈ വാർഷിക പരിപാടിയും വ്യത്യസ്തമായിട്ടുള്ള നിർമ്മാണോദ്ഘാടനങ്ങളും ഏറെ സന്തോഷത്തോടുകൂടി നിർവഹിച്ചതായി അറിയിച്ച് എൻ്റെ ഉദ്ഘാടന പ്രസംഗം അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. കെ ശിബു അവർ എല്ലാ കാര്യങ്ങളിലും ഞങ്ങളോടൊപ്പം ഉണ്ട്. അദ്ദേഹത്തെ വളരെ സ്നേഹത്തോടെ വളരെ ഹൃദയപൂർവ്വം അദ്ദേഹത്തിന് നന്ദി അറിയിക്കുന്നതോടൊപ്പം ഈ ആദരവ് ഏറ്റുവാങ്ങാനായിട്ട് ക്ഷണിക്കുകയാണ്. MLA അത് വിതരണം ചെയ്യുന്നതാണ്. നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങൾ നമുക്ക് ഓരോരുത്തർക്കും അറിയാം, വീട് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കിട്ടുന്നത് കൂടുതൽ സമയവും അവർ ഉപയോഗിക്കുന്നത് ഒരു സ്കൂളിലാണ്, അധ്യാപകരുടെ കൂടെയാണ്. അവരുടെ കഴിവുകളും അവരുടെ പ്രവർത്തനങ്ങളും എന്തൊക്കെയാണ് എന്ന് ഒരു അധ്യാപകന് മാത്രമേ തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ. ഇന്നത്തെ സാമൂഹിക വിപത്ത് നമുക്ക് ഓരോരുത്തർക്കും അറിയാം. ലഹരിക്ക് അടിമപ്പെട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു തലമുറയാണ് ഇന്ന് നമ്മുടെ സാമൂഹിക വിപത്ത് എന്ന് പറയുന്നത്. ആ സന്ദർഭത്തിൽ നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് ഇപ്പോൾ തന്നെ നമ്മുടെ വിദ്യാലയങ്ങളിൽ വെച്ച് അവരുടെ ലഹരി എന്ന് പറയുന്നത് അവർ പഠിച്ച് നല്ല ഉന്നത നിലവാരത്തിലേക്ക് എത്തിച്ചേരുക എന്നതും അതുപോലെ തന്നെ അവരുടെ കഴിവുകൾ അനുസരിച്ച് അവർക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്നുള്ളത് കണ്ടുപിടിച്ച് ആ ഒരു പ്രവർത്തനങ്ങളിലേക്ക് എത്തിച്ചേർക്കുക എന്നുള്ളതാണ് ഓരോ അധ്യാപകരുടെയും രക്ഷകർത്താക്കളുടെയും കർത്തവ്യം എന്ന് പറയുന്നത്. ബഹുമാന്യരായ അധ്യാപകർ, സ്നേഹമുള്ള രക്ഷിതാക്കളെ, പ്രിയമുള്ള കുഞ്ഞുങ്ങളെ, ഏറെ സന്തോഷമുണ്ട് ശാസ്താംകല UPSന്റെ വാർഷികാഘോഷത്തിലും ഈ ഉദ്ഘാടന കർമ്മങ്ങളിലൊക്കെ പങ്കെടുക്കുമ്പോൾ. വളരെ പഴക്കമുള്ള ഒരു സ്കൂളിൽ ആധുനിക സൗകര്യങ്ങളോട് കൂടിയ എല്ലാ പ്രവർത്തനങ്ങളും ഇന്ന് വന്നിരിക്കുകയാണ്. വിദ്യാഭ്യാസം എന്നുള്ളത് അതിന്റെ പ്രഥമവും പ്രധാനവുമായ ലക്ഷ്യം കേവലം അറിവ് നൽകുക മാത്രമല്ല, ഒരു മനുഷ്യനെ സമൂഹത്തിൽ ജീവിക്കുന്നതിനുകൂടെ പ്രാപ്തമാക്കുക എന്നുള്ളതാണെന്ന് നമ്മൾ എല്ലാവരും എപ്പോഴും ഓർക്കുക. ഈ സ്കൂളിന് കിട്ടുന്ന പരിഗണന കെ ഷിബു എന്ന വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഈ നാട്ടിൽ കൊണ്ടുവരുന്ന ഈ സ്കൂളിന് കിട്ടുന്ന പരിഗണന നെയ്യാറ്റിൻകര നഗരസഭയുടെ പരിധിയിലുള്ള ഒരു സ്കൂളിനും കിട്ടുന്നില്ല. ആത്മാർത്ഥമായിട്ടാണ് പറയുന്നത്. അത് നിങ്ങൾക്ക് കിട്ടിയ ഒരു ഭാഗ്യമാണ്. കരയുന്ന കുഞ്ഞിനേ പാലുള്ളൂ. അത് പ്രയോജനപ്പെടുത്താൻ കുറച്ചുകൂടി പരിശ്രമിക്കണമെന്ന് ഇവിടുത്തെ രക്ഷകർത്താക്കളോട് എനിക്ക് വിനീതമായി അഭ്യർത്ഥിക്കാനുള്ളതാണ്. ശാസ്താംകല UP സ്കൂളിന്റെ വിവിധ വികസന പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടന കർമ്മമാണ് ഇവിടെ നിർവഹിച്ചത്. അതോടൊപ്പം തന്നെ ഒരു അധ്യയന വർഷത്തിന്റെ പൂർത്തീകരണവും കൂടിയാണ്. ആ അധ്യയന വർഷത്തിന്റെ വാർഷികവും കൂടി ഇന്ന് ഇവിടെ നടത്തുകയാണ്. നമ്മുടെ കൊച്ചുമക്കളെല്ലാം വിവിധ കലാപരിപാടികൾക്ക് ഒരുങ്ങിയിരിക്കുകയാണ്. സ്കൂളിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പണ്ട് എൻ്റെ അമ്മയുടെ ഒക്കെ കാലത്ത് പറഞ്ഞിട്ടുണ്ട്, ഒരു കുടിപ്പള്ളികളായിട്ടാണ് ഈ സ്കൂള് പ്രവർത്തിച്ചിരുന്നത്. ബീന ടീച്ചർ ഇവിടുന്ന് റിട്ടയർ ചെയ്ത് പോകുന്നതിന് മുൻപും ഇവിടെ പഠിക്കുന്ന കുട്ടികൾ എല്ലാവിധ സൗകര്യങ്ങളോടും കൂടെ വളരണം. എൻ്റെ മക്കളാണ്, എപ്പോഴും അങ്ങനെയാ പറയുന്നത്, എൻ്റെ മക്കളാണ് അവർ. അപ്പോൾ എന്നുള്ള ഒരു വിശ്വാസത്തോട് നമ്മുടെ പ്രദേശത്തിലെ ഒരു സ്കൂളാണിത്. അപ്പോൾ ആ സ്കൂളിലെ പഠിക്കുന്ന കുട്ടികൾ എല്ലാവിധ സൗകര്യങ്ങളോടും കൂടെ പഠിക്കണമെന്നുള്ള ഇവിടുത്തെ അധ്യാപകരുടെ ഒരു ഉറച്ച തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം വികസന പ്രവർത്തനങ്ങൾ നമുക്ക് സാധ്യമാകുന്നത്. ആനുവൽ ഡേ ഉൾപ്പെടെ ഇത് 3ാമത്തെ ആനുവൽ ഡേക്കാണ് പങ്കെടുക്കുന്നത്. ശരിക്കും അവരുടെ ക്ഷണം അത്രത്തോളമാണ്. ഇന്നലെ ഔദ്യോഗികമായിട്ട് ഇവിടുത്തെ വാർഡ് കൗൺസിലർ ക്ഷണിച്ചു. അത് കഴിഞ്ഞ് വൈകുന്നേരം നോക്കിയപ്പോൾ PTA പ്രസിഡന്റും മറ്റൊരു PTA അംഗവും കൂടെ വീട്ടിൽ വന്നിരിക്കുന്നു ക്ഷണിക്കാൻ വേണ്ടി. ഇന്ന് വീണ്ടും രാവിലെ സാറ് വിളിക്കുന്നു. തരംഗം 2025
എന്ന നിലയിൽ ഇന്നിവിടെ കൂടിയിരിക്കുകയാണ് നമ്മളെല്ലാവരും. ഈ നിറഞ്ഞ വേദിയും സദസ്സും എല്ലാം കണ്ട് വളരെയധികം സന്തോഷം. ഇവിടുത്തെ എല്ലാ പ്രവർത്തനങ്ങളും ഇവിടെയുള്ള പ്രമുഖരെല്ലാം പറഞ്ഞ് മനസ്സിലായി. ഈ സ്കൂളിലെ ആനിവേഴ്സറിയിൽ ആദ്യമായിട്ടാണ് ഞാൻ അറ്റൻഡ് ചെയ്യുന്നത്. ഇതിലൂടെ തന്നെ മനസ്സിലായി നമ്മുടെ അധ്യാപകരും HMഉം നഗരസഭയുടെ സാന്നിധ്യവും PTA രക്ഷകർത്താക്കളും എല്ലാം എങ്ങനെയാണ് ഈ സ്കൂളിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഈ ഇടുകുടുക്കെ ചോറും കറിയും എന്ന് പറഞ്ഞതുപോലെ കുടത്തിലെ ഭൂതം എന്ത് ചോദിച്ചാലും തരുന്നത് പോലെ തരുന്നവരാണ് നിങ്ങളുടെ അച്ഛനും അമ്മയും നിങ്ങൾക്ക് ആവശ്യമുള്ള എന്ത് സാധനവും എന്നാണ് ഇന്നത്തെ കുട്ടികളുടെ ധാരണ. അതുകൊണ്ട് അവരെന്ത് ചെയ്യുന്നില്ല. അപ്പം നമ്മളവരെ സഹായിക്കേണ്ട ആവശ്യമില്ല. ഇപ്പം നിങ്ങൾ 10 ദിവസം കുട്ടി ആവശ്യപ്പെടുന്ന എന്തും കൊടുക്കുന്നു, 11ാമത്തെ ദിവസം നിങ്ങൾക്കതിന് കഴിയുന്നില്ല. അപ്പം നിങ്ങൾ പറയും, എടാ എൻ്റെ കയ്യിൽ ഇന്ന് കാശില്ല. എന്തുകൊണ്ടില്ല എന്നാണ് കുട്ടിയുടെ ചോദ്യം. കാരണം ഞാൻ കഷ്ടപ്പെട്ടാണ് വളർന്നത്, എൻ്റെ മക്കള് ഒരൽപ്പം പോലും കഷ്ടപ്പെടരുത് എന്ന് ചിന്തിക്കുന്ന രക്ഷിതാക്കളുടെ ഒരു തലമുറയാണിപ്പോൾ. ശ്രീ KK ഷിബു, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ബഹുമാന്യരെ, കൊച്ചുകുട്ടികളെ, അമ്മമാരെ, ഞാൻ വളരെ സന്തോഷത്തിലാണ് ഇവിടെ ഇരിക്കുന്നത്. ഇന്ന് മാത്രമല്ല, കുറച്ച് നാളുകൊണ്ട് വളരെ സന്തോഷത്തിലാണ്. എല്ലാ ദിവസവും രാവിലെ ഇവിടെയാണ് നടക്കാൻ വരുന്നത്. ഇവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം അമിതമായ സന്തോഷത്തിൻ്റെ കാരണം എൻ്റെ അപ്പൂപ്പൻ, അതായത് അച്ഛൻ്റെ അച്ഛൻ 149 വർഷത്തിന് മുമ്പ് ഇവിടെ തുടങ്ങിയ ഒരു ചെറിയ ഓലം കൂരയാണ്. ഒരു ക്ലാസ് റൂമിൻ്റെ അത്ര പോലും വലിപ്പമില്ലാത്ത ഒരു ഓലക്കൂര അവിടെ ഒരു കുടിപ്പുഴക്കൂടം തുടങ്ങിയതാണ് 1883. അത് പിന്നീട് ഗ്രാൻഡ് സ്കൂളായി. അത് അവിടുത്തെ അധ്യാപകരൊക്കെ വലിയച്ഛനും അച്ഛനും അമ്മയും മറ്റ് ബന്ധുക്കളുമൊക്കെ ആയിരുന്നു. അങ്ങനെ വളരെയേറെ രക്തബന്ധമുള്ള ഒരു സ്കൂളാണ്. അതിൻ്റെ ഈ അത്ഭുതപൂർവമായ ഈ പുരോഗതിയും ഈ നേട്ടങ്ങളും കാണുമ്പോൾ എനിക്ക് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ആഹ്ലാദമുണ്ട്. പ്രൗഢഗംഭീരമായ ഒരു നല്ല വാർഷിക സമ്മേളനമാണ് ഇവിടെ നടക്കുന്നത്. ഞാൻ ചെങ്കൽ UP സ്കൂളിൽ വർക്ക് ചെയ്യുന്ന ഒരു അധ്യാപകനാണ്. അവിടെ ഏകദേശം 300ഓളം വിദ്യാർത്ഥികൾ ഒരു 6-7 വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്നു. ഇപ്പോൾ 100-നകത്ത് വിദ്യാർത്ഥികൾ മാത്രമേ അവിടെ പഠിക്കുന്നുള്ളൂ. ആ ഇത് വെച്ച് നോക്കുമ്പോൾ ഇവിടെ വളരെ ഗംഭീരമായ ഒരു പൊതുയോഗം, വാർഷിക പൊതുയോഗം ഇവിടെ നടക്കുകയാണ്. അങ്ങനെ എനിക്ക് തോന്നുന്നു ഇവിടുത്തെ കൗൺസിലറും പ്രഥമ അധ്യാപകനായ രാജമോഹൻ സാറൊക്കെ അക്ഷീണം അധ്യാപകരും പ്രവർത്തിച്ചത് കൊണ്ടായിരിക്കണം ഇത്തരം സഹകരണം അല്ലെങ്കിൽ ഒരു വലിയ പരിപാടിയായി ഇവിടെ നടത്തുവാൻ സാധിക്കുന്നത്. ഈ യോഗത്തിൽ നന്ദി പറയുകയാണ് എൻ്റെ കർത്തവ്യം. ആദ്യമായി നന്ദി പറയേണ്ടത് നമ്മുടെ അധ്യക്ഷപദം അലങ്കരിക്കുന്ന ശ്രീ KK ഷിബു അവർക്കാണ്. നമുക്കറിയാം, നമ്മുടെ സ്കൂളിൻ്റെ ഇന്ന് കാണുന്ന എല്ലാ ഭൗതിക സാഹചര്യങ്ങളും ഒരുക്കി തരുന്നത് മുൻകൈ എടുത്ത് പ്രവർത്തിച്ച നമ്മുടെ വാർഡ് കൗൺസിലറും ആയ ശ്രീ KK ഷിബു അവർക്ക് സ്കൂളിൻ്റെ പേരിലുള്ള നന്ദി അറിയിച്ചു. അടുത്തതായി നമ്മുടെ വാർഷിക ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്യുകയും ബഹുനില മന്ദിരത്തിൻ്റെയും വർണ്ണക്കൂടാരത്തിൻ്റെയും കവാടത്തിൻ്റെയും ഉദ്ഘാടനം നിർവഹിച്ച ആദരണീയനായ നെയ്യാറ്റിൻകര MLA ശ്രീ K. അൻസലൻ അവർക്കാണ്. ഇവിടെയുള്ള നമ്മുടെ സഹപ്രവർത്തകർ, ദർശന, ദേവകുമാർ, എല്ലാവർക്കും സ്കൂളിൻ്റെ പേരിലും നമ്മുടെ ഓരോരുത്തരുടെ പേരിലുമുള്ള നന്ദി അറിയിച്ചുകൊണ്ട് എല്ലാവരും കുട്ടികളുടെ പരിപാടികൾ കണ്ട് അവരെ പ്രോത്സാഹിപ്പിക്കണം. ഇവിടെ എത്തിച്ചേർന്ന ഓരോരുത്തർക്കും, നാട്ടുകാർക്കും